ഓക്കെ ആയോ? ഓക്കെ ആയോ? നിങ്ങൾ പറയണ്ടേ? ഓക്കെ എന്ന് പറയണം കേട്ടോ. റെഡി അല്ലേ? അപ്പോൾ അസ്സലാമു അലൈക്കും, നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് ഇടിമൊഴിക്കൽ ഇത്തളാംകുന്ന് എന്ന് പറഞ്ഞ സ്ഥലത്ത് മജീദ് ഖാന്റെ വീട്ടിലാണ്. ഞാൻ അപ്പോൾ വന്ന് എന്നെ വിളിച്ചത് ഒരു പാമ്പുണ്ടെന്ന് പറഞ്ഞിട്ട് വിളിച്ചതാണ്. അപ്പം ഞാൻ ഏതായാലും വന്ന് നോക്കി. ഇതാ മൂർഖനാണ് ആ കാണുന്നത്. എന്തായാലും ഒരു മീഡിയം മൂർഖനാണ്. നമ്മളതിനെ ഇനി ഏതായാലും എടുത്താട്ടെ. ഒരു കഷ്ണം അവിടെ നിന്ന് ഞാനിത് ഇതെടുത്താട്ടെ. അത് ഉരുണ്ട് പോണേ ചെറിയ പീസ് വെച്ചാൽ ആള് അടിപൊളി സാധന. എന്തായാലും ഒരു പോവനെ അതെന്തോ ഒരു ഇതിൽ ഇങ്ങനെ നിന്ന് പോയതാ. പോയിക്കോ അടിയിൽ കൂടെ പോയിക്കോ. ഏസരായി അഗ്രസീവ് സാധനമാണ് നോക്കേ. പോണ്ട് നല്ല അടിപൊളിയായിട്ട് കയറിപ്പോയില്ലേ? അത് നോക്കാട്ടോ. ആദ്യതൊന്ന് നമ്മള് സേഫാക്കിയാളാ, എന്നിട്ട് നമുക്ക് ചെയ്യാട്ടോ. എന്തായാലും ഭയങ്കര ഭാഗ്യാട്ടോ. കാരണം എന്താ പറയുക, ഇതൊക്കെ പാഞ്ഞ് അകത്ത് കയറിയാലേ ഒരു ഡേഞ്ചർ തന്നെയാണ്. എന്തായാലും വലിയൊരു ഭാഗ്യം ഇതിൽ കൂടെ തന്നെ നന്നാവും. ഒക്കെ കുട്ടികളൊക്കെ നമ്മളതാണ് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. ഈ കുട്ടികളൊക്കെ ഇപ്പൊ ഈ അകത്ത് നടന്നു കളിക്കുന്ന സമയത്തൊക്കെയാണ് ഇത് പാഞ്ഞ് കയറണമെന്നുണ്ടെങ്കിലേ വലിയ ബുദ്ധിമുട്ടായില്ലേ? അപ്പോൾ അതൊക്കെ വളരെ ശ്രദ്ധിക്കുക. നമ്മൾ ഇവിടെയൊക്കെ എപ്പോഴും നമ്മൾ എന്താ വെച്ചാൽ ലേശം മണ്ണെണ്ണ ഡീസൽ എന്തെങ്കിലും വെള്ളത്തിൽ കലക്കിയിട്ടേ ഇടക്കൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താണ്ടി. എന്നാലും പാമ്പ് വരില്ല എന്നല്ല, ചെറിയൊരു സമാധാനം ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ കഴിയുന്നത് വാതിലടച്ചിടുക. അകത്തേക്ക് ഈ സാധനം, പുറത്ത് ഈ സാധനം ഉണ്ടാവും, അകത്തേക്ക് കയറാതൊക്കെ മാക്സിമം ശ്രമിക്കുക കേട്ടോ. വാതിൽ തുറന്നിടരുത്. ഗിൽസ് അടച്ചു കഴിഞ്ഞ് അടുക്കളയിലേക്ക്, ഇതിപ്പോൾ അടുക്കളയല്ലേ, അതിൻ്റെ ആ അടിയിൽ കൂടെ ചെറിയ പാമ്പുകളൊക്കെ കയറും. ഗിൽസ് അടച്ചാലും ടൈൽസിൻ്റെ അല്ലേ ചെറിയ ഗ്യാപ്പില്ലേ, അപ്പം പിന്നെ നിങ്ങൾ ആ മറ്റുള്ള വാതിൽ, വീട്ടിൻ്റെ ഉള്ളിലേക്കുള്ള മുന്നിലെ വാതിലും ബാക്കിലെ വാതിലും പൂർണ്ണമായിട്ടും നമ്മൾ അടച്ചു തന്നെ ഇടുക. നമ്മളിവിടെ ഉണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട്, ഇവിടെയൊക്കെ ഉണ്ടല്ലോ വിചാരിച്ചിട്ട് തുറന്നിടരുത്. വാങ്ങി കയറാൻ കുറച്ച് സമയം മതി അല്ലേ, ഒരു മിനിറ്റ് പോലും വേണ്ട. അപ്പോൾ നമ്മൾ വീടിൻ്റെ ഉള്ളിലേക്ക് കയറാൻ മാക്സിമം കയറാതെക്കാൻ ശ്രമിക്കുക കേട്ടോ. പിന്നെ വീടും പരിസരമൊക്കെ അത്യാവശ്യം നന്നാക്കി വൃത്തിയാക്കി വെക്കുക. വൃത്തിയാക്കി വെച്ച് എന്ന് വിചാരിച്ച് പാമ്പ് വരില്ല എന്നല്ല, പാമ്പ് വരും. പക്ഷെ നമ്മൾ വന്നാൽ കാണാൻ കഴിയും. അല്ല കാടും പൊന്തിയും ചാക്ക് ചപ്പുറൊക്കെ ആകുമ്പോൾ പിന്നെ ഈ പറയുന്ന എൻ്റെ വീട്ടിലുണ്ട്. അപ്പോൾ ആകുമ്പോൾ ഇതിനുള്ളിലൊക്കെ വന്ന് കൂടി അറിയാൻ കഴിയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യം ശ്രദ്ധിക്കുക. വീടിൻ്റെ ഉള്ളിലേക്ക് അത് ശരിയാ. വീടിന്റെ കാലിന്റെ ഇടയിൽ കൂടെ പോകുന്നില്ലേ? വലിയ ഭാഗ്യം. അതൊക്കെ അറിയുകയാണെങ്കിലേ നല്ല അഗ്രസീവ് മൂർഖൻ അതൊക്കെ. അത് ഞാൻ വളരെ ശ്രദ്ധിച്ചിട്ടില്ല. ഞാനിപ്പോൾ അതിനെ റെസ്ക്യൂ ചെയ്ത് നമുക്ക് നോക്കിയാൽ തലൻ്റെ അവിടെയും വാലൊക്കെ നോക്കിയാൽ മാക്സിമം നമുക്ക് മനസ്സിലാകും. അത് പൂർണ്ണമായിട്ടും നമുക്ക് ഉറപ്പ് വെച്ച് പറയാനൊന്നും പറ്റില്ല. അതൊരു ചിലപ്പോൾ വാലിൻ്റെ നീളം കണ്ടുകാണ്ട് ഇത് ഒരു ആൺപാമ്പാണെന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ ചിലപ്പം വാല് കുറ്റി വാലായതുകൊണ്ട് അത് പെണ്ണാണെന്ന് പറയാൻ പറ്റില്ല. കാരണം ചിലപ്പോൾ നമുക്ക് അറിയാണ്ട രീതിയിൽ ഇങ്ങനെ കട്ടായി പോയതൊക്കെ ഉണ്ടാവും വാല്. അപ്പോൾ ഈ പെൺപാമ്പിൻ്റെ വാല് കൂടുതലും ഈ ഒരു കുറ്റിവാല് പോലെ ഉണ്ടാകുക, ആൺപാമ്പിൻ്റെ നല്ല നീളത്തിലുണ്ടാകുക. അപ്പോൾ ഇതൊക്കെ അറിയുകയാണെങ്കിൽ ചിലപ്പോൾ അത് ചെറിയ കട്ടായി പോയതൊക്കെ ഉണ്ടാവും. വാല് നീളം ഉണ്ടാവും. അപ്പോൾ അത് ആണാകാനാണ് സാധ്യത കേട്ടോ. പിന്നെ അങ്ങനെ നമുക്ക് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. ഇത് ആണെന്നാണ് അല്ല പെണ്ണെന്നാണ് എന്നൊന്നും പറയാനുള്ള ഒരു ഇത് എനിക്കുമായിട്ടൊന്നുമില്ല. അതൊക്കെ അറിയുകയാണെങ്കിൽ പാമ്പിൽ അത്രത്തോളം കൊല്ലങ്ങളോളം പാമ്പിനെ പറ്റി കളിക്കുന്ന ആളുകൾക്ക് പറയാൻ കഴിയുള്ളൂ. നമ്മളൊക്കെ അറിയുകയാണെങ്കിൽ ഇപ്പോൾ ലൈസൻസ് എടുത്തിട്ട് ഒരു 5 കൊല്ലമായി. അതിന് മുന്നൊക്കെ നമ്മൾ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് പിടിക്കലൊക്കെ ഉണ്ട്. ഡേഞ്ചർ പിടുത്തം. അപ്പോഴാണ് ഒരുവിധം ശാസ്ത്രീയ പിടുത്തമൊക്കെ നമുക്ക് തുടങ്ങിയത്. എന്തായാലും ഇപ്പോൾ പാമ്പ് രക്ഷപ്പെട്ട് നമ്മൾ രക്ഷപ്പെട്ട്. ബാക്കി ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇങ്ങനെ ഒരു സംഭവം ഇവിടെ എത്തിയെന്നല്ലോ, അകത്തേക്ക് കയറാതൊക്കെ മാക്സിമം ശ്രമിക്കുക കേട്ടോ. ഓക്കെ.